നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഈട്ടിയാണ്. മലയാളത്തിൽ വീട്ടി, കരിവീട്ടി എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ഡാൽബെർജിയ ലാറ്റിഫോളി എന്നാണ്. ലെഗുമിനോസെ കുടുംബത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ കൃഷ്ണസാരം, ഗുരുസാരം എന്നെല്ലാമാണ് വിശേഷിപ്പിക്കുന്നത്. ലോക കമ്പോളത്തിൽ വളരെയധികം വിലമതിക്കുന്ന ഒരു സസ്യമാണ് ഈട്ടി. ചന്ദനത്തിനേക്കാളും വില പറയാറുണ്ട് ഇതിൻ്റെ തടിക്ക്. ജപ്പാനും ബ്രിട്ടനുമാണ് ഇതിൻ്റെ പ്രധാന വിദേശ വിപണികൾ. ഇന്ത്യയിൽ ഹിമാലയ സാനുക്കളിലും മധ്യപ്രദേശിലും കേരളത്തിലുമാണ് ഇത് ധാരാളമായി കണ്ടുവരുന്നത്. ഇലപൊഴിക്കുന്നൊരു വൻമരമാണിത്. അതുകൊണ്ട് തന്നെ ഈർപ്പമുള്ള ഇലപൊഴിക്കും വനങ്ങളിലാണ് ഈട്ടി സമൃദ്ധമായി വളരുന്നത്. ഏകാന്തരമായി വിന്യസിച്ചിരിക്കുന്ന ഇലകളാണ് ഈട്ടിയുടേത്. ഒരിലയിൽ തന്നെ ഏകദേശം 5 മുതൽ 7 വരെ പത്രകങ്ങൾ കാണപ്പെടുന്നു. പച്ച നിറത്തിലുള്ള പത്രകങ്ങൾ ചർമ്മിലമാണ്. പത്രകങ്ങളുടെ അഗ്രഭാഗം കണ്ടിപ്പോട് കൂടിയതും ആധാരഭാഗം വീതി കുറഞ്ഞതുമാണ്. ഏകദേശം 5 മുതൽ 6 വരെ ജോഡി ഞരമ്പുകൾ പ്രധാന ഞരമ്പിൽ നിന്നും ഇരുഭാഗത്തേക്കുമായി വിന്യസിച്ചിരിക്കുന്നു. സാധാരണയായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ മരം ഇലപൊഴിക്കുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് പൂക്കാലം. പത്രകക്ഷങ്ങളിലുണ്ടാകുന്ന പൂക്കൾക്ക് മഞ്ഞ കലർന്ന വെള്ള നിറമാണ്. ഏകദേശം 1.5 സെൻറ്റിമീറ്ററോളം നീളം വരുന്ന പൂവുകൾ കട്ടിയായി കാണപ്പെടുന്നു. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഫലം കണ്ടു തുടങ്ങുമെങ്കിലും ഏകദേശം 8 മാസത്തോളം എടുക്കും ഫലം പാകമാവാൻ. ഏകദേശം 7 സെൻറ്റിമീറ്ററോളം നീളം വരുന്ന ഫലത്തിന് ദീർഘവൃത്താകൃതിയാണ്. ഒരു ഫലത്തിനുള്ളിൽ 1 മുതൽ 3 വരെ വിത്തുകളാണ് കാണപ്പെടുന്നത്. കാറ്റാണ് വിത്ത് വിതരണക്കാർ. പുതിയ തൈ നട്ടും കമ്പ് ഒടിച്ചുകുത്തിയും ഇതിൻ്റെ വംശവർധന നടത്തി വരുന്നു. തുറസായ സ്ഥലത്ത് കാണപ്പെടുന്ന ഈട്ടിയുടെ കാതലിന് പൊതുവെ കനവും ഉറപ്പും കുറവായിരിക്കും. ഈടും ഉറപ്പുമേറിയ ഈട്ടിയുടെ തടിക്ക് കറുത്ത നിറമാണ്. കൗതുക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനും ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്നതിനും വീടിൻ്റെ പണിക്കുമെല്ലാം ഈട്ടിയുടെ തടി ഉപയോഗിച്ചു വരുന്നു. കയ്പ് ചവർപ്പ് രസമാണിതിന്. ഇതിൻ്റെ തൊലിയാണ് ഔഷധയോഗ്യമായ ഭാഗം. ലഘുരൂക്ഷ ഉഷ്ണഗുണമാണ് ഈട്ടിക്ക്. അതുകൊണ്ട് തന്നെ ഇത് വാതഹരമായ സസ്യമാണ്. ദേഹവേദന അകറ്റുന്നതിനും അജീർണം, അതിസാരം, വയറുവേദന എന്നിവയ്ക്കും ഇത് ധാരാളമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈട്ടിയുടെ കൂടുതലായിട്ടുള്ള ഔഷധ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഈ വീട്ടി ഈ ഫർണിച്ചർ പണിക്കാണ് കൂടുതൽ യൂസ് ചെയ്യാന്ന് പറയാം. പക്ഷേ വീട്ടി ഈ വാതശമനമായിട്ടുള്ളൊരു ചെടിയാണ്. അതിൻ്റെ കാതലെടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് മേലെ ഒഴിച്ച് കഴിഞ്ഞാൽ മസിലിൻ്റെയും അതിൻ്റെ വേദനകൾ മാറും. അതുപോലെ തന്നെ അതിൻ്റെ കഷായം വെച്ച് അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഈ ജോയിൻറ്റ് പെയിൻസിന് വളരെയധികം കുറവ് കിട്ടും. പിന്നെ ഇത് ഈ അതിസ്ഥൗല്യത്തിന് കൊടുക്കുക. ഈ അധികമായി തടിച്ച ആൾക്കാർക്ക് ഇതിൻ്റെ കാതൽ പൊടിച്ച പൊടി തേൻ ചേർത്ത് ദിവസേന കഴിച്ച് കഴിഞ്ഞാൽ ഈ തടി കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇത് കുറച്ചൊരു ദീപനമാണ്. അതായത് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ഈ ദീപനങ്ങളെല്ലാം എൻസൈമിനെയും അത് പ്രവർത്തിച്ചിട്ട് ഈ അമിതമായി കെട്ടിക്കിടക്കുന്ന ദുഷ്ടുകളെയും കൊഴുപ്പിനെയും ഇല്ലാണ്ടാക്കുന്നുണ്ട്.